അടക്കി പിടിച്ച സംസാരവും ആരുടെയോ നേർത്ത കരച്ചിലും കേട്ട് കണ്ണു തുറന്ന വൈഗ ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് തന്റെ കൈകൊണ്ട് താൻ കിടന്ന പായയിൽ പതിയെ പരതി. അടുത്തു കിടന്ന അമ്മയെ കാണാനില്ലെന്ന് മനസ്സിലാക്കിയവൾ ഭയത്തോടെ തന്റെ പുതപ്പിനുള്ളിലേക്ക് തന്നെ ചുരുണ്ടുകിടന്നു. അപ്പോഴേക്കും അവൾക്കടുത്ത് എവിടെയോ നിന്ന് ആരുടെയോ നേർത്ത കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതും തനിക്കരികിൽ അമ്മ വന്നു കിടന്നതറിഞ്ഞവൾ പുതപ്പ് പതിയെ തലയിൽ നിന്ന് മാറ്റി ദീർഘമായൊന്ന് ശ്വാസമെടുത്തു. അമ്മയിൽ നിന്നുയർന്ന കിതപ്പും വിയർപ്പിന്റെ ഗന്ധവും ആ 15 വയസ്സുകാരിയെ ആകെ അലോസരപ്പെടുത്തി. താനിപ്പോൾ കൊച്ചുകുട്ടിയല്ലെന്നും പലതും തിരിച്ചറിയാനുള്ള പ്രായമായെന്നും ഓർക്കാത്ത അമ്മയോടവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. വൈഗ വൈഗ നേർത്ത മൂളലോടെ തെന്നിമാറിയ പുതപ്പ് വീണ്ടും ദേഹത്തേക്ക് തന്നെ വലിച്ചിട്ടുകൊണ്ടവൾ പതിയെ കണ്ണുകൾ തുറന്നു. ബെഡിൽ തനിക്കരികിൽ പുഞ്ചിരിയോടെ ഇരിക്കുന്ന അലനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. നീ ഇത് എന്തുറക്കാ പെണ്ണെ, ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? പോകണം. ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചുകൊണ്ടവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റു, ഇപ്പോൾ തന്നെ സമയം വൈകി. ഇനിയിപ്പോൾ ഈ ട്രാഫിക്കിൽ താൻ വണ്ടി ഓടിക്കാൻ നിൽക്കണ്ട, ഞാൻ കൊണ്ടുവിടാം. അതാവുമ്പോൾ ഈ മഴയത്തൊരു വണ്ടി എടുത്താൽ മതിയല്ലോ. അപ്പോൾ നിനക്കിന്ന് പോകണ്ടേ? ആ, ഞാൻ നിന്നെ വിട്ടിട്ട് പോയിക്കോളാം. എൻ്റേത് നമ്മുടെ തന്നെ ഓഫീസല്ലേടോ, അപ്പോൾ പിന്നെ ആരെ പേടിക്കാനാ? പക്ഷെ തനിക്ക് അങ്ങനെയല്ലല്ലോ. സീനിയർ വക്കീൽ നമ്മുടെ അങ്കിളാണെങ്കിലും സമയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. അതിപ്പോൾ ആരായാലും അദ്ദേഹത്തിന് കണക്കാ. പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ഒരു ഉമ്മയും നൽകിക്കൊണ്ടവൻ അവളെ എഴുന്നേൽപ്പിച്ച ശേഷം കുളിക്കാനായി പറഞ്ഞുവിട്ടു. അല്പം കഴിഞ്ഞതും ഒരുങ്ങി വന്നവൾ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം ടേബിളിലിരിക്കുന്നത് കണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അലനെ നോക്കി. ദേ, കരയാൻ പോവുകയാണെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. അവളെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ടവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അതിന് ഞാൻ കരയാനൊന്നും നോക്കിയില്ല. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ കണ്ടതും അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ, അതെനിക്കറിയാം, താൻ ഒട്ടും കരയില്ലെന്ന്. എന്നൊക്കെ ഞാൻ ഫുഡുണ്ടാക്കി തനിക്ക് തരുന്നോ അന്നൊക്കെ താൻ കരഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് മാത്രം ഇത്രയും വർഷമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. തനിക്ക് കഴിക്കാനുള്ളതുമായി അവൾക്കരികിൽ വന്നിരുന്നവൻ കുറുമ്പോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ജ്യൂസ് അവൾക്ക് നേരെ നീട്ടി. നഗരത്തിന്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിന്റെ തിരക്കിൽപ്പെട്ടതും അവൾ പതിയെ സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നുകൊണ്ട് കണ്ണടച്ചു. പറ്റില്ല, നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ മോളെ 17-ാം വയസ്സിൽ ഒരു കിളവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പതിയെ പറടി, നാട്ടുകാർ കേൾക്കും. ഹോ, നാട്ടുകാർ കേൾക്കുന്നതാണ് തൻ്റെ പ്രശ്നം, അല്ലാതെ ചെയ്യുന്ന തെറ്റോർത്തുള്ള പശ്ചാത്താപമല്ല അല്ലേടോ? വല്ലാത്ത ഒരു ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ടവർ അയാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ഹോ, വലിയൊരു പുണ്യാളത്തെ വന്നിരിക്കുന്നു. എടി, നീ ഒരു 10 വർഷം ഓരോരുത്തന്മാരുടെ കൂടെ കിടന്നാൽ കിട്ടുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തുകയാണ് അയാൾ തരാ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതും വാങ്ങി നീ നന്നായി ജീവിക്കാൻ നോക്ക്. അവളെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും എത്ര കാശ് വേണമെങ്കിലും അയാൾ നിനക്ക് തരും. അതും വാങ്ങി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്. ചീ, നിർത്തടോ. അവൾ എൻ്റെ മോളാ. അവളുടെ കാര്യം തീരുമാനിക്കുന്നതും ഞാനാ. ഇതുപോലെയുള്ള ഓഫറുകളും കൊണ്ട് ഇനി മേലിൽ എൻ്റെ അടുത്തെങ്ങാനും വന്നാൽ നീ പറയുന്നത് കേട്ടാൽ തോന്നുമല്ലോ അവൾ നിന്റെ മാത്രം മോളാണെന്ന്. അവളെ എൻ്റെ കൂടെ മോളാ, ഈ ചന്ദ്രൻ്റെ മോള്. അവൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടയാൾ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങളുടെ മോളോ? അതിന് നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? കെട്ടിയതിൻ്റെ പിറ്റേ ദിവസം മുതൽ കണ്ടവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് അവൻ്റെ കൂടെ ഭാര്യയെ പറഞ്ഞു വിടുന്നവനാ നിങ്ങൾ. അപ്പോൾ പിന്നെ എൻ്റെ മോള് നിങ്ങളുടേതാണെന്ന് എന്തുറപ്പാ നിങ്ങൾക്കുള്ളത്? അതുകൊണ്ടാണല്ലോ അവളെ ഇല്ലാതാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മോള് നോക്കി നിൽക്കെ അവളുടെ മുന്നിലൂടെ തന്നെ താൻ എന്നെ കൊണ്ട് കണ്ടവൻ്റെ കൂടെ അവളെ വെച്ച് വില പേശുന്നത് കൊണ്ട് മാത്രമാണ് എന്നെക്കൊണ്ട് വീണ്ടും താൻ പറയുന്നതൊക്കെ കേട്ട് ജീവിക്കേണ്ടി വരുന്നത്. പക്ഷെ എന്നെപ്പോലെ ആരോരും ഇല്ലാത്തവളല്ല എൻ്റെ മോള്. അവൾക്ക് ചോദിക്കാനും പറയാനും അവളുടെ അമ്മയുണ്ട്. പൊട്ടിവന്ന കരച്ചിൽ അടക്കി പിടിച്ചുകൊണ്ടവർ അയാളെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അതേസമയം പിന്നിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടതും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയവർ തോളിലിരുന്ന സ്കൂൾ ബാഗ് ഊർന്ന് നിലത്ത് വീണതുപോലും അറിയാതെ തറഞ്ഞു നിൽക്കുന്ന മകളെ കണ്ടതും ഞെട്ടലോടെ അവർ ഭർത്താവിനെ നോക്കി. അയാൾക്ക് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലെന്ന് കണ്ടവർ തളർച്ചയോടെ മകളെ നോക്കി. മോളെ, ഞാൻ... അമ്മ മിണ്ടരുത്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ കയറി വരുന്ന ഓരോരുത്തരെയും ഞാൻ കാണുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് നിങ്ങളെ പേടിയായിരുന്നു. പിന്നെ വളർന്നപ്പോൾ നിങ്ങളോട് എനിക്ക് അറപ്പാണ് തോന്നിയത്.
സ്വന്തം ഭർത്താവിനെ ചതിക്കുന്ന സ്ത്രീ. അതായിരുന്നു ഇതുവരെ എൻ്റെ മനസ്സിലുള്ള നിങ്ങളുടെ ചിത്രം. ഓരോ രാത്രിയും ആരുടെയൊക്കെയോ വിയർപ്പം പേറി എനിക്കരികിൽ വന്ന് വാ പൊത്തി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പുച്ഛം തോന്നിയിരുന്നു. എന്നിട്ടും അതേപ്പറ്റി ഒരക്ഷരം ഞാൻ ചോദിക്കാതെ ഇരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എൻ്റെ അമ്മയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോളെ. ഇവളുടെ ഈ സ്വഭാവം കൊണ്ടാ അച്ഛൻ ഈ വീട്ടിലേക്ക് പോലും വരാത്തത്. ഇതിപ്പോൾ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാ അച്ഛൻ ഇപ്പോൾ ഇങ്ങ് വന്നത്. കണ്ണീരോടെ തന്നെ നോക്കി പറയുന്നയാളെ കണ്ടതും അവൾ പല്ല് കടിച്ചുകൊണ്ട് അമ്മയെ നോക്കി. അവളോട് എന്തു പറയണമെന്നറിയാതെ തല കുനിച്ച് നിൽക്കുന്നവരെ കണ്ടതും അവൾക്ക് അവരോട് സഹതാപം തോന്നി. താൻ ഇനി മിണ്ടിയാൽ തന്നെ ഞാൻ തല്ലും. തന്നെപ്പോലെ ഒരുത്തൻ അച്ഛനാണെന്ന് പറയുന്നതിലും അഭിമാനമുണ്ട്. എൻ്റെ അമ്മ എന്നെ പിഴച്ചു പെറ്റതാണെന്ന് പറയുന്നതിന്. ഇവിടെ വരികയോ എന്നെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും താൻ എനിക്കെന്നും പ്രിയപ്പെട്ട ആൾ തന്നെയായിരുന്നു. തന്നെ എനിക്ക് അത്ര ജീവനായിരുന്നു. പക്ഷെ ഇപ്പോൾ അയാളെ കാണുമ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും തോന്നുക. സ്വന്തം ഭാര്യയെയും മകളെയും വിറ്റ് തിന്നാൻ നടക്കുന്ന നികൃഷ്ട ജന്തു. അവളുടെ മനസ്സിൽ അതുവരെ അടിഞ്ഞുകിടന്ന സങ്കടങ്ങൾ മുഴുവൻ അയാൾക്ക് നേരെ പറഞ്ഞു തീർത്തുകൊണ്ടവൾ അമ്മയ്ക്ക് നേരെ നോക്കി. അമ്മയ്ക്ക് ഭർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇയാളെ ആവശ്യമുണ്ടോ? അവളുടെ ചോദ്യം കേട്ട് അവർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഇല്ല എന്ന അർത്ഥത്തിൽ പതിയെ തലയനക്കി. അത് കണ്ടതും അവരെ തല്ലാനോങ്ങിയ അയാളുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ടവൾ അമ്മയെ തനിക്കരികിലേക്ക് മാറ്റി നിർത്തി. വൈഗ, നീ ഇറങ്ങുന്നില്ലേ? ഭർത്താവിൻ്റെ വിളി കേട്ടവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. പുഞ്ചിരിയോടെ ഭർത്താവിനെ യാത്രയാക്കിയവൾ ഓഫീസിനു മുന്നിലെ തണൽ മരത്തിന് ചുവട്ടിൽ വന്നിരുന്നു. അന്ന് അമ്മയെയും കൂട്ടി ആ വീട് വിട്ടിറങ്ങുമ്പോൾ ആ 17-കാരിക്ക് ഇനി മുന്നോട്ടെന്ത് എന്നുള്ള ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരുമില്ലാത്തവർക്ക് ദൈവം തുണ എന്ന് പറയുന്നത് ശരിയാണെന്ന് വിശന്ന് തളർന്ന ആ രാത്രിയിൽ ഞാൻ അറിയുകയായിരുന്നു. രാത്രി ഏറെ വൈകിട്ടും പരിഭ്രമത്തോടെ ചുറ്റും നോക്കിക്കൊണ്ടു നിൽക്കുന്ന എന്നെ കണ്ടിട്ടാവാം ഒരമ്മ ഞങ്ങൾക്കരികിലേക്ക് വന്നത്. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ മകനും ഭാര്യയും 6 മാസം മുന്നേ ഒരപകടത്തിൽ മരണപ്പെട്ടെന്നും കൊച്ചുമകൻ ഹോസ്പിറ്റലിലാണെന്നും അവരുടെ ഭർത്താവ് അവനരികിലാണെന്നും അവർക്ക് കൂട്ടായി അവിടെ നോക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അല്പം മടിയോടെയാണെങ്കിലും എന്നെ ഒപ്പം കൂട്ടി തെരുവിലേക്ക് ഇറങ്ങുന്നതിലും നല്ലത് അവിടെ നിൽക്കുന്നതാണെന്ന് തോന്നിയതുകൊണ്ടാവാം അമ്മയും അതിന് സമ്മതിച്ചത്. പിന്നീട് അവർക്ക് ഞങ്ങൾ സ്വന്തം മകളും കൊച്ചുമകളും തന്നെയായി മാറി. അവരുടെ കൊച്ചുമകൻ അലനൊപ്പം തന്നെ അവർ എന്നെയും അവൻ്റെ സ്കൂളിൽ തന്നെ ചേർത്തു. വീട്ടിൽ ഒരു വക്കീലും ഒരു എഞ്ചിനീയറും വേണമെന്നുള്ളത് മുത്തശ്ശൻ്റെ ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും നടത്തിക്കൊടുത്തതും ഞങ്ങളുടെ ആഗ്രഹം അവരും നടത്തിത്തന്നു. അവൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തന്നെ കൈപിടിച്ചു കൊടുക്കാനും എന്നെയും അമ്മയെയും എന്നെന്നും ചേർത്ത് പിടിക്കാനും ഇരുവരും മറന്നില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.